നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മുടെ നാടായ ആലപ്പുഴയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളൊരു സാധനത്തിനെയും പാക്ക് ചെയ്തുകൊണ്ടാവുന്ന ജോസഫേട്ടനും കൂടെ ഉണ്ട് നമ്മളൊപ്പം. അപ്പോൾ നമ്മളിന്ന് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, ഫിഷ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുവാണ്. ഇത് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് അല്ലേ, കലവൂര് ജംഗ്ഷനിലെ. ഇത് കലവൂര് ജംഗ്ഷൻ. ഇവിടെ ഇപ്പം മറ്റേ ഹൈവേയുടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പണി നടക്കുന്ന പോലെ ഇത് ഫിഷ് മാർക്കറ്റ് ഇവിടുന്നാണ് തുടങ്ങണേ. അപ്പോൾ നിങ്ങളുടെ ഫുൾ ചെലവാണ് എനിക്കും 2 ദിവസവും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലപ്പുഴയിലാണുള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈയും അതേപോലെ തന്നെ മീൻ കറിയും കപ്പയൊക്കെ വെച്ചിട്ട് ഒരു കുക്കിംഗ് പ്ലസ് എന്താ പറയുക ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഫുൾ വീഡിയോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എറണാകുളത്ത് കിടന്ന് ഭയങ്കര തുടക്കറാണല്ലോ. ഇവിടെ സ്വന്തം നാട്ടിൽ വന്നപ്പോ എന്നെ ഒച്ചയില്ലേ? ഇത് ജെറോമിന്റെ മോളാണേ. ഇത് ബൈജുവിന്റെ മോള്. ആ മരം അധികം ഉള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പറ 2.5 കിലോ കപ്പ മേടിരി. വേണ്ട കൊടുത്ത നമ്മൾ വന്നപ്പോൾ തന്നെ ഡെറോന്റെ അമ്മച്ചി നമുക്ക് ഒരു പുഡിങ് തന്ന്. നമ്മൾ കഴിച്ചോക്കട്ടെട്ടാ. ഇതെന്ത് വെച്ചാ ചുമ്മാ എക്സ്പ്രഷൻ ഇടുക. ഇത് ഡെറോടെ അപ്പച്ചൻ അല്ലേ? അപ്പ അമ്മേന്റെ ഡെറോന്റെ അമ്മ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കും. മറ്റേ ഡെറോന്റെ അമ്മച്ചി ഉണ്ടാക്കിയതാണ്. അടിപൊളി കേക്കാണ്. ക്യാരറ്റ് ഉണ്ട്, ഇതില് കുറേ സാധനങ്ങളുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട്, ക്രീമുണ്ട്, പഴമുണ്ട്. നമ്മളിപ്പോ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ വൈകിട്ടോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നമ്മളതൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ഇതൊന്നും അറിയണ്ടല്ലോ. നല്ല പണി കിട്ടി. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മഴ. നമ്മളെ ചതിച്ചു. നമ്മള് വേറെ കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മഴ നോക്കട്ടെ. ഇതൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞ് മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കാം. നല്ല ഇടിവെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടുന്ന് ഈ വലയിൽ കിട്ടിയല്ലേ മീൻ? അപ്പൊ അത് രാവിലെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ? അതാ ഉച്ചക്കാ? ഏതാ വലയില്? അതെന്താന്ന് വെച്ചാൽ ചില സമയത്ത് ഇപ്പൊ പണി ഭയങ്കര ശോകമെന്നാ പറയുന്നത്. കടപ്പുറത്തൊന്നും വലിയ പണിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും ഒക്കെ എല്ലാ ദിവസവും മീൻ കറി ഇല്ല. ഇപ്പൊ എല്ലാവരും വിലക്ക് മേടിക്കാൻ മീൻ. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്. പണിയുടെ കാര്യം ശോകമാണ്. നല്ലവരാണെങ്കിൽ ഇവിടെ അപ്പം നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ അമ്മയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. കപ്പ കട്ട് ചെയ്തെടുക്കുകയാണ്.
പക്ഷേ നമ്മൾ ചാള വെട്ടി തീർന്നായിരുന്നു. ഇതോ ഇരിക്കുന്നു. ഇനി അടുത്ത മീൻ ലോക്കികളൊക്കെ കടന്നത് അവർ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടാണ് തന്നത്. വാലൊക്കെ കളയാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. കട്ട് ചെയ്തോ, അവര് വിഷമിക്കോ, കട്ട് ചെയ്തോ. എന്തിലും മുക്കിട്ട് ചൊറുക്ക എന്ന് പറയാം. അപ്പോൾ നമ്മൾ സിലോപ്പിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സിലോപ്പിയ നമ്മൾ വറുക്കുകയാണ് ചെയ്തത്. വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല അമ്മ അതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാനൊരു ആഴ്ചയും കൂടെയാണത് പിന്നെ അതിൻ്റെ മസാല ഉണ്ടാക്കി അതിൽ പുരട്ടി അത് വറുത്തെടുത്തത് ഞാനൊരു ആഴ്ചയും കൂടെയാണ്. അപ്പോൾ നമുക്കിൻ്റെ മസാല അതിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ മറ്റേ മീൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പുരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, പ്രിയ ചെയ്തോ. അത് ശരി, ഞാനിങ്ങനെ ചുമ്മാ നമ്മൾ ഒരു ലെയർ ഇപ്പോൾ തേച്ചിട്ട് അതൊന്ന് സെറ്റ് ആക്കുമ്പോൾ അതിൻ്റെ പുറത്ത് അടുത്ത ലെയർ പുറത്തേക്ക് മീനൊരു ഫില്ലിങ് അല്ലാത്തത് വെള്ളം മാക്സിമം അത്. സത്യം പറഞ്ഞാൽ ഇത് വറുക്കുന്നതിൻ്റെ അകത്ത് കുറേ സാധനം അമ്മയുടെ റെസിപ്പി ആട്ടെ. ഇത് കുറേ സാധനം എന്താണ്ടൊക്കെ അമ്മ ചേർത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു പെരിച്ചീരകപ്പൊടിയോ മറ്റേ നാരങ്ങാനീര് അങ്ങനെ കുറേ കുരുമുളക് പൊടി പിന്നെ കുറേ നമ്മൾ മിക്സൊക്കെ അരച്ച് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഒരു മീൻ എങ്ങനെയൊക്കെ കൊലപാതകം ചെയ്യണമെന്നൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞൂടാ. പാവം മീൻ്റെ ഇത് നമ്മുടെ ചേരമോളാണ്, നമ്മുടെ ശുന്യരി ഭാവിയാണ്, ഡെറോന്റെ ഷെയറയാണ്. ഒരു ഹായ് പറയൂ എല്ലാവർക്കും. ഒരു ഹായ് തന്നെ എല്ലാവർക്കും. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയുടെ പറ്റാം. ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ അത് സെറാടെ ലൈനാണ്. അപ്പൊ ലെസ്ബിയൻ ഫാമിലി. ഇവളെ ഇഷ്ടമല്ലേ ഇവക്ക്? ചോറ്
കൊടുക്കുക. അതുകൊണ്ട് ഇവള് ഭയങ്കര താല്പര്യം. അവള് വരുമ്പോ തന്നെ ഓരോ അല്ലേ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലല്ലോ. നാടനുണ്ട് ഇവളുടെ അമ്മ പോമറേനിയനും അച്ഛൻ ലാബോ. അതെ ഇവളിങ്ങനെ ഇരിക്കുന്ന അതാ ഇവളിങ്ങനെ ഇരിക്കുന്ന മണ്ടനല്ലവൻ പെരുങ്കള്ളൻ എന്നും ആളുകൾ പറയവേ. പെരുങ്കള്ളനല്ല ഞാൻ മതവിടക്കല്ലെന്ന് അവൻ സ്വയമൂതി. അവനാണ് ജ്ഞാനി. ഞാനിതൊന്നും പറയരുത്. അവനാണ് ജ്ഞാനി. അജ്ഞാനി എന്ന് ആരെങ്കിലും ഇന്ന് IPL ഇല്ലേ? തീർന്നത് ഫുട്ബോൾ തീർന്നല്ലേ? ഹായ്, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ കുറച്ച് ക്യാരറ്റും കുറച്ച് കുക്കുംബറും ഇച്ചിരി സബോളയൊക്കെ ഉണ്ടാക്കും. ഭയങ്കര സാറ്റിസ്ഫൈ. എനിക്ക് എന്തോന്നിട്ട് പീലർ വെച്ചിട്ടേ ഭയങ്കര നല്ല പരിപാടിയല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ബീച്ചിലൊക്കെ പോയിരുന്ന് ഗ്രില്ലൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷേ ആക്ച്വലി മഴ ചതിച്ചതാണ്. നമ്മൾ വന്നപ്പോഴത്തേക്ക് പിന്നെ നല്ല മഴയായി. പിന്നെ ഫുഡെല്ലാം തന്നെ വീട്ടിൽ കുക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ മീൻ വറുത്തത്, മീൻ കറി, പിന്നെന്താ നമ്മുടെ കപ്പ, ചോറ്, പിന്നെ ചീര, പരിപ്പ്, അങ്ങനെ കുറേ മെഴുക്കുരുട്ടി, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി എല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ നമ്മൾ സെറ്റാണ് കഴിക്കാനായിട്ട് ഇരുന്ന് നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കാകുമ്പോൾ വളർന്നത് കപ്പ, ചൂരക്കറി, നമുക്ക് കപ്പയുണ്ട്, ചോറുണ്ട്, ചൂരക്കറി ഉണ്ട്, മത്തിക്കറി ഉണ്ട്, പിന്നെ പിലോപ്പി ഫ്രൈ ഉണ്ട്, പിന്നെ തോരൻ. എന്ത് തോരന? ചീരത്തോരൻ. അതാണ് ചീരത്തോരൻ. ചീരത്തോരൻ ജോസഫേട്ടൻ എടുക്കട്ടെ. ചീരത്തോരൻ ഞാൻ അവസാനം എടുക്കും. ടേസ്റ്റ് ഒക്കെ പറയണേ. ചോറ് മതിയോ? പാട്ടുണ്ടോ നമ്മുടെ വെട്ടിയ മീനായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. മീൻ വറുത്തത് ഉരുളി നമ്മളെപ്പോഴും കഴിക്കുന്നതിൽ നിന്നും ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ രാത്രി തന്നെ പോയ വിഷ്വലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇനിയിപ്പം ആലപ്പുഴയ്ക്ക് പോകാനുണ്ടോ, രാവിലെ ഇറങ്ങുവാണ്. ഇപ്പം 9 മണിയായില്ലേ? ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പം രാച്ചിയുടെ വീട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷം കാണാം.
കളി കിടക്കണം കൂടി കാണിച്ചോട്ടാ. അപ്പം നമ്മൾ രാച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. രാച്ചി എന്തെടുക്കുവാന്ന് അറിയത്തില്ല. നോക്കാം. രാഗശ്രീ ബൈജു പുഷ്. വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഓണത്തിനിട്ട ഊഞ്ഞാലാണ്. സൂക്ഷിച്ചാടുക. അച്ഛ കെട്ടിയപ്പോ സ്ട്രോങ് ആയിരുന്നു. രചനാമ്മയല്ല, ബേബിയമ്മയുടെ. ഇതെൻ്റെ അമ്മൂമ്മയുടെ കൃഷികളാണ്. ചീരയുണ്ട്, പിന്നെ അവിടെ എന്തോ തക്കാളിയൊക്കെ ഉണ്ട്. ഇതെന്താ സാധനമെന്ന് എനിക്കറിയത്തില്ല. വരുന്ന് ഇത് തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗായ്സ്, കണ്ടു. അവിടെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്ന ഒരു മഞ്ഞ കളർ കണ്ട. അപ്പോൾ നമ്മൾ രാച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാൻ പോവാണ്. ഇന്ന് 2ാമത്തെ ദിവസം അല്ലേ? അതെ, ഇന്ന് 2ാമത്തെ ദിവസമാണ്. നമ്മൾ ശരിക്കും ഇന്നലെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല. നമുക്ക് ഇന്ന് കുറച്ച് ആലപ്പുഴയിൽ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആലപ്പുഴയിലെ വ്ളോഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഉറപ്പായിട്ടും. അപ്പം അതും കൂടെ നമുക്ക് കാണാം.